ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ മരുമകള്. ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ആഹാ, അങ്ങനെയാണോ? എങ്കിലേ അഷിത് ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്, ഞാനൊന്ന് കാണട്ടെ. അതെ, ചെറക്കൽ വീട്ടിലെ 2 പെമ്പിള്ളരും ഭാഗ്യം ചെയ്ത പിള്ളരാ. 2 പേരുടെയും കല്യാണത്തിന് വീട്ടുകാർക്ക് 5 പൈസയുടെ ചെലവുണ്ടായില്ല. അഷിതയുടെ കല്യാണമാണെങ്കിൽ നമ്മുടെ പൂർണിമ സ്പോൺസർ ചെയ്തു. നമ്മുടെ ദുർഗയാണെങ്കിൽ എളുപ്പത്തിലും കാര്യം നടത്തി. അയ്യോ, അത് മാത്രോ? 2 പേരും രാജകീയമായി ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി പറ്റിയില്ലേ? അതിനൊരു പ്രത്യേക ഭാഗ്യം തന്നെ വേണം. ശരിയാ. അക്ഷിതയുടെ കല്യാണത്തിന് എല്ലാ ചെലവും പൂർണ്ണിമ സ്വയം ഏറ്റെടുത്ത് ചെയ്തതാ. ഞങ്ങൾ ആരും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അത് പിന്നെ പോട്ടേന്ന് വെക്കാം. അത് ഞങ്ങളുടെ ചെറുക്കന്റെ കല്യാണ ചെലവുകളാണ്. അതുകൊണ്ട് അതൊക്കെ ക്ഷമിക്കാം. പക്ഷേ ദുർഗയും അവളുടെ ഭർത്താവിനെയും ചുമക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണോ? സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഞങ്ങളായിട്ട് കിരണിനെയും ദുർഗയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ല. സൗദാമിനിയമ്മ ആനായം പറഞ്ഞ് ശരിയല്ല അല്ലേ? പിന്നെ അവര് കല്യാണം കഴിച്ച് ചിറക്കലോട്ട് വന്നപ്പോ നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ അവരിങ്ങോട്ട് വരില്ലായിരുന്നല്ലോ, ശരിയല്ലേ? അതെ, ഇത് പൂർണ്ണിമ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ കയറി താമസിക്കുമല്ലേ? കിരണിനും ദുർഗയ്ക്കും എപ്പോ വേണമെങ്കിലും ചിറക്കൽ വീട്ടിലേക്ക് വരാവുന്നതേ ഉള്ളൂ. അവരെ സ്വീകരിക്കാൻ ഞാനും അമ്മയും തയ്യാറാണ്. പെട്ടെന്ന് ഞങ്ങൾ ആരും അറിയാതെ അവര് കല്യാണം കഴിച്ച് വന്നപ്പോ ഞെട്ടല് തോന്നി എന്നത് സത്യ. ആ ഞെട്ടൽ ഉണ്ടായതുകൊണ്ടാ വസുമതിയും ഗിരിജയും അവരെ തടഞ്ഞപ്പോ എതിർക്കാൻ പറ്റാതെ പോയത്. അതേതായാലും ലാഭമല്ലേ ഉണ്ടായുള്ളൂ. എന്തിനാ ചെറിയമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? എന്തുവാ പൂർണിമ ഇതെങ്ങനെ ആവശ്യമില്ലാത്താവുന്ന? ചേച്ചി പറഞ്ഞ സത്യമല്ലേ? ഇപ്പോഴത്തെ സ്വർണത്തിന്റെ സാധനങ്ങളുടെയും വില എന്തുവാ? ഒരു കല്യാണം നടത്തുമെന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണ്. അങ്ങനെയുള്ളപ്പോഴാ അടുത്തടുത്ത് 2 കല്യാണങ്ങള് യാതൊരു ചെലവില്ല അവിടെ നടന്നത്. ഭാഗ്യമൊന്നല്ല, എന്തുവാ ഇതിനൊക്കെ പറയുന്നത്? ദൈവമേ, മോളെ, അച്ഛൻ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. കുറെ സമയമായി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലേ ഇറങ്ങാൻ താമസിക്കും. ചെറിയമ്മേ, വാ ഭക്ഷണം കഴിക്കാം. ആവശ്യത്തിന് നീ വയറ് നിറച്ച് തന്നല്ലോ. ചെറിയമ്മയ്ക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഞാൻ എന്റെ മര്യാദയ്ക്ക് വിളിച്ചോന്നേ ഉള്ളൂ. ഓ, മര്യാദയോ? അത് നിനക്ക് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ നിനക്ക്? ഇവനെ കെട്ടിയതോടെ ഇവളെന്തോ വലിയ ആളായെന്ന ഇവളുടെ വിചാരം. എന്തൊരു അഹങ്കാരാണെന്നറിയോ ഇവക്ക്? എന്ത് കണ്ടിട്ട് ഈ അഹങ്കരിക്കുന്നേ? തന്തയോ തള്ളയോ ഇല്ലാത്തത് പോട്ടെ, കല്യാണം കഴിച്ച പെണ്ണിനെ സ്വന്തമായി ചെലവിന് കൊടുത്തു നോക്കാതെ കണ്ടവന്റെ വീട്ടിൽ വലിഞ്ഞു കയറി നിൽക്കണവൻ. ചെറിയമ്മേ, വേണ്ട. എന്റെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ടൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. നാത്തൂനെ കേട്ടില്ലേ? അവളുടെ ഭർത്താവിനെ ഒന്നും പറയരുതെന്ന്. നിന്റെ കെട്ടിയോനെ പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഞങ്ങളെ തല്ലോടി. ആന്റി പ്ലീസ്. ദുർഗ ഇപ്പോ നിങ്ങളുടെ വഴക്കും ആട്ടും കേട്ട് നിന്ന ആ പഴയ പെണ്ണല്ല, എന്റെ ഭാര്യ. ഇവളെ ആരും ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ ആരും ഉപദ്രവിക്കാതെ ഞങ്ങൾ ഇവിടെ ഒതുങ്ങി കഴിയാ. ഇവിടെ വന്ന് ശല്യം ഉണ്ടാക്കരുത്. ആരാ പറഞ്ഞ നീ ദ്രോഹിക്കുന്നില്ലാന്ന്? എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയല്ലേ നീ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്കിതിപ്പോ അറിയണം. ഞാൻ പറഞ്ഞാ മതിയോ? അതെന്താ ഇവളുടെ നാവ് ഇപ്പോ നിന്റെ വായിലാണോ? എടി ദുർഗേ,
നീ ആരെ കെട്ടിയാലും എവിടെ പോയി ജീവിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ എന്റെ മോൾക്ക് നീ ഒരു ശല്യാവരുത്. എന്താടി നിന്റെ ഉദ്ദേശം? എന്റെ കൊച്ചിനെ ഈ വീട്ടിലെ ജോലിക്കാരിയാക്കാനാണോ? അതാണോ നിന്റെ ലക്ഷ്യം? അതിനെന്താ സംശയം? അത് തന്നെ ഇവളുടെ ഉദ്ദേശം. അതിന് തന്നെയാ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മാറ്റി വെച്ചിട്ട് ഇവള് വേറെ ഉണ്ടാക്കിയത്. അഷിയെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാക്കാതിരിക്കാന് ഞാൻ വേറെ ഫുഡ് ഉണ്ടാക്കി വെച്ചത്. ഈ നുണയൊന്നും ഞങ്ങളോട് പറയണ്ട. ഇവൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ പൃഥ്വി എന്താ അഷിയെ ഉപേക്ഷിക്കോ? ഇല്ലല്ലോ. അപ്പൊ നീ അങ്ങനെ ചെയ്തത് എല്ലാവരെ കൊണ്ട് എന്നും അഷി തന്നെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയിപ്പിക്കാൻ തന്നെയാ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഭക്ഷണം ഉണ്ടാക്കിയത് അഷിത അല്ല എന്ന് പറഞ്ഞ അതിന്റെ നാണക്കേട് അഷിതയ്ക്ക് തന്നെയാ. നന്ദിയില്ലാത്ത ഇവരെ ഒരു രീതിയിൽ സഹായിക്കാൻ പാടില്ല ദുർഗെ. സഹായിച്ചാല് അതിലൊരു കുറ്റം പറയുള്ളൂ. നിന്റെ സഹായമൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ട. അതെ, ഇത്രയെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിലേ നീയും ഇവനും കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്നാ മാത്രം മതി. ആ മോഹം ഒരിക്കലും നടക്കില്ല. പൂർണിമ ചേച്ചിയുടെ അനുവാദത്തോടെയാ ഞങ്ങളോട് താമസിക്കുന്നേ. ഇനി ഇറങ്ങി പോകണമെങ്കിൽ പൂർണിമ ചേച്ചി തന്നെ പറയണം. ഒരു കാര്യം ചെയ്യ, നിങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ലെങ്കിൽ കിരൺ പണ്ട് താമസിച്ച ചിറക്കലെ റൂമിൽ തന്നെ വന്ന് രണ്ടുപേരും കൂടി താമസിക്ക്. ഇപ്പൊ ഈ പറഞ്ഞത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കണം, അതല്ലേ ലക്ഷ്യം? ഓ അതേടി, ഞാനാ ഇന്ദ്രപ്രസ്ഥത്തിലെ മരുമകള്. ഇവിടെ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുമുണ്ട്. ആഹാ, അങ്ങനെയാണോ? എങ്കിലേ അഷിത് ഒരു കാര്യം ചെയ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്. ഞാനൊന്ന് കാണട്ടെ. അതെ, നിന്റെയൊക്കെ ഈ അഹങ്കാരത്തിന് ഇനി അധികം ആയുസില്ല. വൈകാതെ തന്നെ രണ്ടും പെരുവഴിയിലാവും, നോക്കിക്കോ. പക്ഷേ അതുവരെ എന്റെ മോൾക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കാൻ രണ്ട് ശ്രമിച്ചാ രണ്ടിനും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും, മനസ്സിലായോ? നാത്തും വാ, ഈ നാണം ഇല്ലാത്തവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ശരി സാർ, ഞാനത് നോക്കാം. എല്ലാ ഡേറ്റാസും അനലൈസ് ചെയ്തിട്ട് നമുക്കത് തീരുമാനിക്കാം. ഞാൻ സാറിന് സെൻഡ് ചെയ്തുതരാം. ഷുവർ. താനോ? എന്തുണ്ട് വിശേഷം? അത് ശരി, ഞാൻ ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ പോലും ഇട്ടില്ല. ഓ, എന്നിട്ട് എന്തുണ്ട് വിശേഷം എന്ന് എന്നോടോ? എന്താടോ? 2 ദിവസമായിട്ട് നല്ല വർക്ക് ലോഡായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഫോണും മെസ്സേജും ഒന്നും നോക്കിയില്ല. അല്ലെങ്കിലും രാത്രി വർക്ക് ചെയ്യുമ്പോൾ ഫോൺ സൈലന്റ് ആക്കി മാറ്റി വെക്കും. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചാലും കാണില്ല അല്ലേ?